Hi everyone, എൻ്റെ പേര് അശ്വതി. എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ ഡിസൈൻ ചെയ്തതും ഞാൻ സ്റ്റിച്ച് ചെയ്തതും എനിക്കും എൻ്റെ മോക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളാണ്. അത് നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. കാരണം ലാസ്റ്റ് ഞാൻ വെഡിങ് ഫംഗ്ഷനിട്ട എല്ലാ ഡ്രസ്സസിൻ്റെ പിക്ചേഴ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് ഞാൻ കാർട്ടിലിടാം, അതൊന്ന് കണ്ടു നോക്കൂ. അതേപോലെ തന്നെ ബർത്ത്ഡേക്കും ഇട്ട ഡ്രസ്സിൻ്റെ പിക്ചേഴ്സ് ഞാൻ വീഡിയോ ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർക്കൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു, ലൈക്ക് എങ്ങനെയാ തുന്നിയെ, എങ്ങനെയാ ഡിസൈൻ ചെയ്ത്, എന്ത് മെറ്റീരിയൽ ആണെന്നൊക്കെ ഉള്ളത്. സോ അതുകൊണ്ട് ഞാൻ ഇമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ ഇട്ട ഡ്രസ്സുകളും അതേപോലെ വെഡിങ് ഫംഗ്ഷൻ ഇട്ട എൻ്റെയും ഇമ്മയുടെ ഡ്രസ്സുകൾ ഞാൻ ഡീറ്റെയിൽസ് പറയണതായിരിക്കും. എല്ലാ ഡ്രസ്സും കാണിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് പറയണതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യണതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. ഈ സാരി ഞാൻ ഇമ്മയുടെ ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിക്ക് എംബ്രോയിഡറീഡ് ആയിട്ടുള്ള ഫാബ്രിക്കാണ് ബ്ലൗസ് തയ്ക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ചാൽ ഒരു സെറ്റായിട്ടാണ് വരുന്നത്. 1 മീറ്റർ എംബ്രോയിഡറീഡ് ഫാബ്രിക്കും അതേപോലെ 9 മീറ്റർ ലേസ് ഒരുമിച്ചാണ് വരുന്നത്. അത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് മേടിച്ചത്. അത് വെച്ചിട്ട് ഞാൻ ഇതുപോലൊരു 3/4 സ്ലീവ് ഉള്ള ഒരു ബ്ലൗസ് നടുവിൽ സിബ്ബർ വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഇത് എളുപ്പമാണ്. സിബ്ബർ വെച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തുന്നിയിരിക്കുന്നത്. പിന്നെ ഞാൻ പോം ലേസ് മേടിക്കാൻ കിട്ടും, അതും വെച്ചിട്ടുണ്ട്. അതേപോലെ പൈപ്പിങ്ങും വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ബ്ലൗസ് തുന്നിയിരിക്കുന്നത്. ഡാർട്ട് വളരെ സിമ്പിളായിട്ട് 2 ഡാർട്ട് മാത്രം ഇട്ടിട്ടാണ് ഈ ബ്ലൗസ് തുന്നിയിരിക്കുന്നത്. ലൈക്ക് സാധാരണ ബ്ലൗസ് തുന്നുന്ന പോലെ കപ്സൊക്കെ ഡാർട്ട് ഇട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ കാണാം 2 സിമ്പിൾ ഡാർട്ട് മാത്രമേ ഉള്ളൂ. പിന്നിലും 2 ഡാർട്ട് ഉണ്ട്. അങ്ങനെയാണ് ഇത് തുന്നിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ സിബ്ബർ കംപ്ലീറ്റ്ലി നമുക്ക് അഴിക്കാം, എന്നിട്ട് ജാക്കറ്റ് ഇടുന്ന പോലെ ഇടാം. ജാക്കറ്റ്സ് ഇടില്ലേ അതേപോലെ ഇടാം, അതേപോലെ ക്ലോസ് ചെയ്യാം. പിന്നെ ഫ്രണ്ടിൽ സിബ്ബർ ആയതുകൊണ്ട് അതങ്ങനെ ആരും കാണില്ല. ഫിറ്റിംഗ് ഒക്കെ വളരെ നല്ലതായിരുന്നു. പിന്നിലൊരു ലൈക്ക് ഡോറി പോലെ ഒരു ചരട് പോലെ വെൽവെറ്റ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പിന്നെ ഒരു ഹാങ്ങിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അധികം നേരമൊന്നും എടുത്തില്ല. ഒരു 1 hour, നോട്ട് ഈവൻ 1 hour, ലൈക്ക് 40 minutes ഇത് തുന്നൽ തീർന്നു. പിന്നെ സാരി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ലേസ് ഉണ്ടായിരുന്നു 9 മീറ്റർ, അതാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ 5.5 മീറ്റർ ഒരു സാറ്റിനി കൈൻഡ് ഓഫ് ഷിഫോണാണ് മേടിച്ചിരിക്കുന്ന ഫാബ്രിക്. ഈ ഫാബ്രിക് സാരിയുടെ ഫാബ്രിക്കിന് മീറ്ററിന് ഒരു 100 രൂപയൊക്കെയായിരുന്നു. പിന്നെ ഈ ലൈക്ക് എംബ്രോയിഡറി ഫാബ്രിക് രണ്ടും കൂടി ബ്ലൗസ് ഫാബ്രിക്കും ലേസും കൂടിയിട്ട് എഗെയിൻ ഒരു 600-700 രൂപയായിരുന്നു. ഇമ്മയുടെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ ഞാൻ സോഫ്റ്റ് നെറ്റാണ് എടുത്തിരിക്കുന്നത്. ബീഡഡ് നെറ്റ്, ഗ്ലിറ്റേഴ്സുള്ള ബീഡഡ് നെറ്റാണ് എടുത്തിരിക്കുന്നത്. യോക്ക് പാർട്ടിൽ വെൽവെറ്റാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ഇലാസ്റ്റിക്കും എടുത്തിട്ടുണ്ട്, ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ വേസ്റ്റിൻ്റെ അവിടെ എലാസ്റ്റിക്കും ഉണ്ട്. അത് കൂടാണ്ട് വൈറ്റ് ഫാബ്രിക് കൊണ്ട് ഫ്ലവേഴ്സും ബീഡും വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആ സെയിം ലേസ് വെച്ചിട്ടൊരു സ്ട്രിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് നമുക്ക് ബോ പോലെ കെട്ടിക്കഴിഞ്ഞാൽ ബെറ്റർ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഗ്യാദേഴ്സ് കൊടുത്ത് നല്ല ഫ്ലെയറി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അടിയിൽ സാറ്റിൻ്റെ ലൈനിങ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ വേറൊരു സിമ്പിൾ ലൈനിങ്ങും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്ലെയറിയാണ്, ഫ്ലഫിയാണ് ഡ്രസ്സ്. അതാണ് ഇപ്പോൾ ഇമ്മയുടെ ഡ്രസ്സ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് കല്യാണത്തിന് ഇട്ട സാരിയാണ്, കാഞ്ചിപുരം സാരിയാണ്. കോൺട്രാസ്റ്റ് ബോർഡറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ കോൺട്രാസ്റ്റ് നല്ല ഫാഷനാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ കോൺട്രാസ്റ്റ് എടുത്തത്. ലൈക്ക് പല്ലൂലും കോൺട്രാസ്റ്റ് വയലറ്റ് ആണുള്ളത്. ഹാങ്ങിങ്സ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കാഞ്ചിപുരം സാരിയാണിത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് ഞാൻ എഗെയിൻ ഫ്രണ്ടിൽ സിബ്ബർ വെച്ചിട്ടാണ് തുന്നിയിരിക്കുന്നത്. ഇങ്ങനത്തെ പട്ട് സാരിക്ക് സിബ്ബർ വെച്ച് തുന്നണത് തീരെ ചേരില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ തുന്നിയിരിക്കുന്നത്. സോ ദാറ്റ് ഫീഡിങ് സമയത്ത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇത് ഞാൻ പ്രിൻസസ് ലൈൻ ബ്ലൗസാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ ഇതിൽ കപ്സ് വെച്ചിട്ടുണ്ട്. ബെറ്റർ ഫിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് കപ്സ് വെച്ചിരിക്കുന്നത്. നെക്ക് ലൈൻ്റെ അവിടെ ഈ സ്റ്റോൺസ് ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ചരട് കൊടുത്തിട്ടുണ്ട്, സെയിം ഫാബ്രിക് വെച്ചിട്ട് ഒരു ഹാങ്ങിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൈൻ്റെ അവിടെ ഇതേപോലെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. അത് കടയിൽ നിന്ന് സെറ്റായിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്. ഈ സ്റ്റോൺസ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മേടിച്ച് ഇങ്ങനെ ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്തതാണ്. പക്ഷേ ഈ കയ്യിലത്തതും ബാക്കിലത്തതും ഒരു സെറ്റായിട്ട് വരുന്നതാണ്. ഇത് എഗെയിൻ ഞാൻ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തതാണ്. തുന്നിയിട്ടില്ല, ജസ്റ്റ് ഫാബ്രിക് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. സ്റ്റിൽ അത് നിൽക്കും. വാഷ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രം. എഗെയിൻ ഈ സിബ്ബർ കംപ്ലീറ്റ്ലി നമുക്ക് തുറക്കാം, എന്നിട്ട് ജാക്കറ്റ്
ഷെയ്ഡ്സ് ഉള്ള പോലെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഇടുകയും ഊരുകയും ചെയ്യാം. അങ്ങനെയാണത്. എഗെയിൻ ഇമയുടെ ഞാൻ വയലറ്റ് ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. എക്സാക്റ്റ് മാച്ചിങ് അല്ല, പക്ഷെ എന്നാലും സിമിലർ ആണ്. അപ്പോൾ ഇത് ഞാനൊരു മിഡ് സ്കേർട്ടാണ് ചെയ്തിരിക്കുന്നത്. എലാസ്റ്റിക് വെച്ചിട്ട് അതിൻ്റെ താഴെയായിട്ട്, വേസ്റ്റിൻ്റെ താഴെയായിട്ട് ഒരു ലേസ് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്ലഫി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല തിക്ക് നെറ്റ് ലൈനിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ലോണം മടക്കി ഒട്ടും ലൈക്ക് നൂലൊന്നും പൊന്തി നിൽക്കാത്ത പോലെയാണ് തുന്നിയിരിക്കുന്നത്. സോ ദാറ്റ് കുട്ടികൾക്ക് കംഫർട്ടബിൾ ആവണമെങ്കിൽ അങ്ങനെ തന്നെ തുന്നണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ടോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെപ്ലം, കംപ്ലീറ്റ്ലി പെപ്ലം അല്ല, ഒരു സെമി പെപ്ലം ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ മാത്രം പെപ്ലം ടോപ്പ് പോലെ തോന്നും. ബാക്കിൽ ഇതേപോലെ ഞാൻ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്, ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു മിറർ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ആദ്യം ഒരു ആപ്ലിക് വർക്ക് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഒരു ഫ്ലവർ വെച്ചിട്ടുണ്ട്. അതിന് മീതെ എഗെയിൻ ഒരു പേൾ വർക്കിൻ്റെ ഫ്ലവർ കൊടുത്തിട്ട് മീതെ ഒരു സ്മോൾ റോസ് ഫ്ലവർ കൊടുത്ത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റോൺ വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ ഫാബ്രിക് സോഫ്റ്റ് ആണ്, ലൈനിങ് ഒക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഒട്ടും പോക്ക് ചെയ്യാണ്ട്, അതായത് ഒട്ടും കുട്ടികൾക്ക് കുത്താത്ത പോലെ ഉള്ള രീതിയിലാണ് തയ്ച്ചിരിക്കുന്നത്. ഇത് ചെരുപ്പാണ്, ചെരുപ്പല്ല, ഒരു ബെയർ ഫൂട്ട് പോലെ ഒരു പൂ ഉണ്ടാക്കിയിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് കാലിലിടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇമ്മ അങ്ങനെ അത്ര അങ്ങനെ നടന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷെ ഒരുപാടൊന്നും നടക്കില്ല അവള്. എന്തായാലും എടുക്കണം, അതുകൊണ്ടാണ് ഇങ്ങനത്തെ ചെരുപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ കഴിഞ്ഞു. ഇത് നമ്മൾ ഗുരുവായൂർക്ക് ഇടുന്ന ഡ്രസ്സാണ്. അപ്പോൾ ഇതിന് ഞാൻ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ സെറ്റ് മുണ്ടാണ്. ഈ ടിഷ്യൂൻ്റെ സെറ്റ് മുണ്ടുണ്ട്. ടിഷ്യൂൻ്റെ സെറ്റ് മുണ്ട് വളരെ നല്ലതാണ് കേട്ടോ, ഉടുക്കാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിരിക്കും. ഇത് പീകോക്ക് ഫെദേഴ്സ് ഇല്ലേ, അത് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഞാനത് വെട്ടി ഒട്ടിച്ചിരിക്കുകയാണ് ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. അതിന് ചുറ്റും ലൈക്ക് സ്റ്റോൺ വർക്ക്, സ്റ്റോണിൻ്റെ ചെയിൻസ് മേടിക്കാൻ കിട്ടും. അത് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് അതിന് ചുറ്റും ഫാബ്രിക് ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് അതിൻ്റെ താഴെ ഒരു മിറർ, ലേസിൻ്റെ മിറർ ഒട്ടിച്ചിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ഹൈനെക്ക് ബ്ലൗസാണ്. എഗെയിൻ മിറർ വർക്കുള്ള ബ്ലൗസാണ്. എഗെയിൻ ഞാൻ കപ്സ് വെച്ചിട്ടുണ്ട്. ബാക്കിലും ഫ്രണ്ടിലും ഹൈനെക്കാണ്. സൈഡിലാണ് കൺസീലർ സിബ്ബറാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനത്തെ ബ്ലൗസ് ഭയങ്കര ഫാഷനാണ്. കപ്സ് ഉള്ള കാരണം ഫിറ്റിങ്ങും വളരെ നന്നായിരിക്കും. അപ്പോൾ ഇതാണ് ബ്ലൗസ്. നമുക്ക് എന്താ വെച്ചാൽ ഈ ബ്ലൗസ് നമുക്ക് വേറെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. പിന്നെ ഇമയ്ക്കും എക്സാക്ട്ലി മാച്ചിങ് ആണ് ചെയ്തിരിക്കുന്നത്. ബ്ലൗസ് ആ സെയിം വെൽവെറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ക്രോപ്പ് ടോപ്പാണ് തുന്നിയിരിക്കുന്നത്. പീകോക്ക് ഫെദർ ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ സ്റ്റോൺ വർക്ക് ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ചുറ്റിനും എഗെയിൻ ലൈക്ക് ഗോൾഡൻ ബീഡ്സിൻ്റെ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. ബാക്കിൽ ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സ്കേർട്ട് ഫ്രിൽഡ് ആയിട്ടുള്ള സ്കേർട്ടാണ്. 2 ലെയറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ അറ്റത്ത് എഗെയിൻ കുറച്ച് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റോസ് ഫ്ലവർ സെയിം ഫാബ്രിക് വെച്ചുണ്ടാക്കി അതിൻ്റെ മുകളിൽ ഒരു ബട്ടൺ ഡീറ്റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചെരുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലവറാണ്. അതിൽ മിറർ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. എലാസ്റ്റിക്കും ഉണ്ട്. അതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് എലാസ്റ്റിക് ഉള്ള കാരണം ഈസി ആയിട്ട് ഇടാൻ പറ്റും. അങ്ങനെയാണ്. നല്ല രസമാട്ടോ. ചെറിയ കുട്ടികൾക്ക് ബെയർ ഫുട്ട് സാൻഡൽസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. കാരണം എന്തായാലും അവർ അധികം നടക്കില്ല. അപ്പോൾ നമുക്ക് എടുത്ത് നടക്കുമ്പോൾ ഇത് നല്ലതാണ്. ഇതാണ് ഈ കുട്ടിക്കുള്ള ബോ. അതിൽ ഞാൻ എഗെയിൻ പീകോക്ക് ഫെദർ വെച്ചിട്ടുണ്ട്, ഒരു ബീഡും വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തലേദിവസം ഇടുന്നതാണ്. ഇത് ആക്ച്വലി എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയ ഒരു ബ്ലൗസാണ്. അത് ഞാൻ സെമൈ സ്റ്റിച്ച്ഡ് ആയിരുന്നു, കംപ്ലീറ്റ്ലി സ്റ്റിച്ച്ഡ് അല്ല. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വർക്കൊക്കെ ചെയ്തു, അതിൽ സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ഇതിൻ്റെ ബാക്ക് നല്ല രസമാണ് കാണാനായിട്ട്. കുറച്ച് മിറർ വർക്കൊക്കെ ഉണ്ട്. നെറ്റാണ്. എഗെയിൻ ഫ്രണ്ടിൽ സിബ്ബറാണ്. കപ്പ് ഡീറ്റെയിലിംഗ് ഉണ്ട്, അതായത് കപ്സ് ഉണ്ട്. നെറ്റഡ് സ്ലീവ്സ് ആണ്. പൈപ്പിങ്ങും ഉണ്ട്. എഗെയിൻ ഞാൻ പിന്നെ ഇതിൻ്റെ സ്കേർട്ട് കൊടുത്തിരിക്കുന്നത് ഗോൾഡൻ ആണ്. ഇത് 5 മീറ്റർ കൊണ്ട് ഫ്ലെയറി ആയിട്ട് തുന്നിയിരിക്കുന്ന ഗോൾഡൻ സ്കേർട്ടാണ്. ഇതിന് മീറ്ററിന് 50 രൂപയേ ഉള്ളൂ ഈ ഫാബ്രിക്കിന്. പിന്നെ എൻ്റെ ഹാങ്ങിങ് കൊടുത്തിരിക്കുന്ന ഈ പീകോക്കിൻ്റെ പാരറ്റിൻ്റെ ഹാങ്ങിങ് ആണ്. പോം ഡീറ്റെയിലിംഗ് ഉണ്ട്. ബീഡ്സിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ ദുപ്പട്ട ഞാനൊരു 2.25 മീറ്റർ ക്രേപ്പിൻ്റെ ഫാബ്രിക് മേടിച്ചിട്ട് ഇതിൽ കട്ട് വർക്ക് ചെയ്ത് ഉള്ള ലേസാണ് വെച്ചിരിക്കുന്നത്. ഈ ലേസൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അവിടെ കുറേ കൂടി അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടും. ബാക്കിയൊക്കെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ കല്യാണിന്നും ജയലക്ഷ്മിന്നും ഒക്കെ മേടിച്ചിട്ടുള്ളതാണ്. എഗെയിൻ ഇത് മോക്ക് ഞാൻ തുന്നിയിരിക്കുന്നത് ഇങ്ങനെ ലൈക്ക് ചോലി പോലത്തെയാണ് തുന്നിയിരിക്കുന്നത്. ആ സെയിം കട്ട് വർക്കുള്ള ലേസാണ് വെച്ചിരിക്കുന്നത്. അതിൽ കുറച്ചും കൂടി ലൈക്ക് മിറേഴ്സ് ഞാൻ ഒട്ടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നിലിങ്ങനെ സിഗ്സാക്ക് ആയിട്ട് കെട്ടാൻ പറ്റുന്നതാണ്. പിന്നെ എഗെയിൻ അവളുടെ സ്കേർട്ട് സർക്കുലർ സ്കേർട്ട് തന്നെയാണ്. ഞാൻ എൻ്റെ സ്കേർട്ട് തുന്നിയ പോലെ തന്നെയാണ് മോളുടെ സ്കേർട്ടും തുന്നിയിരിക്കുന്നത്. ഇവളുടെ സ്കേർട്ടിൻ്റെ മെറ്റീരിയലിന് മീറ്ററിന് 150 രൂപയായിരുന്നു. പിന്നെ എഗെയിൻ ബെയർ ഫുട്ട് സാൻഡൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. റോസ് ഉണ്ട്. ഫ്രിൽഡ് ആയിട്ടുള്ള ഇതും കൊടുത്തിട്ടുണ്ട്, ഫ്ലവറും കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ നമ്മൾ റിസപ്ഷൻ ഇടാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്കേർട്ടാണ്. ഇത് ഞാൻ 10 മീറ്റർ വെച്ചിട്ട് തുന്നിയതാണ്. ലൈക്ക് ബെൽറ്റിൽ ഞാൻ പേൾ വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ സിബ്ബർ ഉണ്ട്. പിന്നെ ഇതേപോലെ വള്ളിയുടെ താഴെ ഈ ഹാങ്ങിങ് ഞാൻ ലൈക്ക് ഫാബ്രിക് കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഹാങ്ങിങ് ആണിത്. ഒരു ചെറിയൊരു വേറൊരു വേടിച്ച ഹാങ്ങിങ്ങും ഇട്ടിട്ടുണ്ട്. കംപ്ലീറ്റ്ലി മിറർ വർക്കിൻ്റെ ലേസാണ് വെച്ചിരിക്കുന്നത്. ഈ മിറർ വർക്ക് ലേസ് എനിക്ക് തോന്നുന്നു മീറ്ററിന് 60 രൂപയായിരുന്നു. അങ്ങനെ 15 മീറ്ററാണ് വെച്ചടിച്ചിട്ടുള്ളത്. വളരെ ഫ്ലെയറി ആയിട്ടുള്ള, അതുകൊണ്ട് തന്നെ വളരെ ഹെവി ആയിരുന്നു. 3 സെറ്റ് ലൈനിങ് വെച്ചിട്ടുണ്ട്. 3ഉം 10 മീറ്ററാണ്. ഐ മീൻ ഒന്ന് 10 മീറ്ററും ഒന്ന് 5 മീറ്ററുണ്ട്. ഏകദേശം 15 to 20 മീറ്റർ ഫാബ്രിക് കംപ്ലീറ്റ്ലി ഈ സ്കേർട്ടിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു തുന്നി കഴിഞ്ഞപ്പോൾ. ഇതാണ് ടോപ്പ്, കട്ട് വർക്ക് ചെയ്തിട്ടുള്ള ടോപ്പാണ്. പ്രിൻസസ് ലൈൻ ടോപ്പാണ് തുന്നിയിരിക്കുന്നത്. കപ്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ നിറയെ വർക്ക് ഉണ്ട്. 1600 രൂപയാണ് മീറ്ററിന് ദുപ്പട്ടയ്ക്ക് വന്നത്. അതാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ സ്കേർട്ടിൻ്റെ തുണിയും ഇതൊക്കെ വളരെ കുറച്ച് വിലയുള്ളതാണ് എടുത്തത്. ഇത്രയും മീറ്റർ തുണി വേണ്ട കാരണം വളരെ കുറച്ചാണ് എടുത്തത്. പിന്നെ ദുപ്പട്ടയുടെ ലേസ് ഞാൻ റെഡ് ലേസ് ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ ടോപ്പ് നോക്കുകയാണെങ്കിൽ കുറച്ച് സീക്വൻ ഡീറ്റെയിലിംഗ് ഉണ്ട് അതിൽ. ഒരുപാട് കാര്യമായിട്ടില്ല. ദുപ്പട്ട ഇത്ര ഹെവി ആയതുകൊണ്ട് ടോപ്പും സ്കേർട്ടും ഒക്കെ ഞാൻ കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്തിട്ടാണ് തുന്നിയത്. കാരണം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പീസ് മതിയല്ലോ നമുക്ക്. ഏതെങ്കിലും ഒരു സാധനം നന്നായിട്ട് ലൗഡ് ആണെങ്കിൽ ബാക്കിയൊക്കെ നമുക്കൊന്ന് ടോൺ ഡൗൺ ചെയ്യണതാണ് നല്ലത്. ടോപ്പിൻ്റെ സൈഡിൽ ഞാൻ സിബ്ബർ വെച്ചിട്ടുണ്ട്. ഇത് കൺസീലർ സിബ്ബർ അല്ല, സാധാരണ സിബ്ബർ തന്നെ ഞാൻ സൈഡിൽ വെച്ചു എന്നേ ഉള്ളൂ. കാരണം വളരെ ടൈറ്റ് ടോപ്പായിരുന്നു. അതുകൊണ്ട് കൺസീലർ സിബ്ബർ വെച്ചിട്ട് എങ്ങാനും ഇടേ ഊര ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുമോ എന്ന് എനിക്ക് സംശയമുള്ള കാരണം നോർമൽ സിബ്ബർ വെച്ചതാണ്. അങ്ങനെ ഒരു കാര്യമുണ്ട്, കൺസീലർ സിബ്ബർ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ചതിക്കാം, അങ്ങനെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു സേഫ്റ്റി പർപ്പസിന് ഞാൻ നോർമൽ സിബ്ബർ തന്നെയാണ് വെച്ചത്. പിന്നെ ദുപ്പട്ടയുടെ മറ്റേ സൈഡിൽ ഞാൻ വെൽവെറ്റ് ലേസും കൊടുത്തിട്ടുണ്ട്. അടിയിലും ഞാൻ വെൽവെറ്റ് ലേസും, ഇത് ലേസ് അല്ല, വെൽവെറ്റ് തുണി മേടിച്ച് ഞാൻ കട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്തത്. പിന്നെ ദുപ്പട്ടേൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും ഞാൻ റോ സിൽക്ക് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വെൽവെറ്റിൻ്റെ ലേസും അതേപോലെ വെച്ചു. ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് നീറ്റ് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ട് സൈഡിലും നോക്കുമ്പോഴും ലേസ് ഉണ്ടാവും. അങ്ങനെയാണ് ദുപ്പട്ട ചെയ്തിരിക്കുന്നത്. ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ടത് തുന്നാൻ ഇതാണ്. പക്ഷേ അറ്റ് ദി എൻഡ് റിസൾട്ട് വളരെ നല്ലതായിരുന്നു. എസ്പെഷ്യലി സ്കേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായി വന്നു. അപ്പോൾ ഈ സ്കേർട്ടിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് കളറിൽ വേറെ എന്തെങ്കിലും ഡ്രസ്സ് ഉപയോഗിക്കാം, ക്രോപ്പ് ടോപ്പ് വെച്ച് ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാം. ഇമയ്ക്ക് എഗെയിൻ റെഡ് കളറിലുള്ള ഫാബ്രിക്കാണ് മേടിച്ചിരിക്കുന്നത്. ഈ ഫാബ്രിക്കിന് മീറ്ററിന് 500 രൂപയാണ്. 3 മീറ്റർ ഫാബ്രിക്കാണ് ടോട്ടൽ ഉപയോഗിച്ചിരിക്കുന്നത്. 3 ഇല്ല കേട്ടോ, 2 മീറ്റർ ഫാബ്രിക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. 2 മീറ്റർ ഫാബ്രിക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിൽ ഞാൻ അടിയിൽ റഫിൾസ് കൊടുത്തിട്ടുണ്ട്. 3 സെറ്റ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. എഗെയിൻ അതിൽ ഒന്നിൽ തിക്ക് നെറ്റഡ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്, ക്യാൻവാസ് ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബീഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിൽ. പിന്നെ വേസ്റ്റിൻ്റെ അവിടെയും ബീഡ് വർക്ക് ആൻഡ് സ്റ്റോൺ വർക്കിൻ്റെ ലേസ് കൊടുത്തിട്ടുണ്ട്. കെട്ടാനുള്ള വള്ളിയുണ്ട്. പിന്നെ വേസ്റ്റിൽ എലാസ്റ്റിക്കാണ്, അതുകൊണ്ട് തന്നെ ഇടുമ്പോഴും ഉരുമ്പോഴും പ്രയാസം ഉണ്ടാവില്ല. പിന്നെ ഹുക്കും ഉണ്ട് ഇടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ഈ മേയുടെ ഡ്രസ്സ്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് വിവേകിനും എഗെയിൻ നെഹ്റു ജാക്കറ്റ് ആയിരുന്നു റെഡ്. എല്ലാത്തിനും എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ കളർ കോഡഡ് ആയിരുന്നു, ഞങ്ങൾ മാച്ചിങ് ആയിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസത്തെ ഫംഗ്ഷൻ, അതായത് ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ ഇട്ടത്. ഇതൊരു അനാർക്കലിയാണ്. ഇത് ബ്ലാക്ക് റോ സിൽക്കാണ്. അതിൽ ഇങ്ങനെ തിക്ക് എംബ്രോയിഡറി അല്ല, ചെറുതായിട്ട് എംബ്രോയിഡറി വർക്ക് ഉണ്ട്. നെറ്റഡ് സ്ലീവ്സ് ആണ്. പിന്നെ ബോർഡർ വെൽവെറ്റ് ഡാർക്ക് ബ്ലൂ ആണ്. ആക്ച്വലി ഇത് ക്യാമറയിൽ ബ്ലാക്ക് ആയിട്ടാണ്, ഏകദേശം ബ്ലാക്ക് തന്നെയാണ്, അതിൽ സീക്വൻ വർക്ക് ഉള്ളതുണ്ട്. പിന്നെ ഇത് ഗോൾഡൻ ത്രെഡഡ് നെറ്റ്, അതിൻ്റെ താഴെ റോ സിൽക്ക്, പിങ്ക് റോ സിൽക്കാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇങ്ങനെയാണിത്. പിന്നെ ഇതിൻ്റെ ഒപ്പം ഇത് തലേദിവസം തന്നെ ഈ മക്കുട്ടിക്ക് ഇട്ടിരിക്കുന്ന വേണ്ടി തുന്നിയിട്ടുള്ള പാവാട തന്നെയാണ്, സെയിം പാവാട തന്നെയാണ്. അതിൻ്റെ ഒപ്പം ഉള്ള ടോപ്പ് പറഞ്ഞാൽ എഗെയിൻ ഞാൻ ബോർഡറിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. ഫ്രണ്ടിൽ നിന്ന് സിമ്പിളാണെങ്കിലും ബാക്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബാക്കിൽ കംപ്ലീറ്റ്ലി ബോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തുന്നാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ, കാണുന്ന പോലെയല്ല. കാണുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുമെങ്കിലും ഇമ്മയുടെ ഈ ടോപ്പ് തുന്നാൻ നല്ല എളുപ്പമായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ എല്ലാ ഡ്രസ്സുകളും. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. ബൈ.